ശക്തിയോടെ സ്തുതിക്കട്ടെ. ഇതാ ഈശോ എഴുന്നള്ളി വരികയാണ്. വര ഉയർന്നു സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നിന്റെ ജീവിത ദുരിതങ്ങൾ സങ്കീർത്തനം 68 പറയുന്നു. നിന്റെ ദുരിതങ്ങൾ ഈശോ കണ്ടിരിക്കുകയാണ്. യഹോവയുടെ ദുരിതങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. കരയട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. ഇത് അത്ഭുതത്തിന്റെ നിമിഷമാണ്, അടയാളങ്ങളുടെ നിമിഷം, ദൈവം കൃപ ചൊരിയുന്ന നിമിഷം. യേശുവേ 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 സ്തുതി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ വീശിക്കൊണ്ട് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കും. സ്നേഹമേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ ആരാധന, ആരാധന. കരങ്ങൾ വീശി ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ ആരാധന. അമ്മേ പരിശുദ്ധമേ, പരിശുദ്ധമേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, സാരമായാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയം കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവ് സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ.
ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതിയുടെ ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ആവേ മരിയ, ആവേ 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 മരിയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ. കർത്താവേ ആരാധിക്കട്ടെ. ദൈവമേ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടിയിൽ നമ്മൾ ഇന്ന് വന്ന സാക്ഷ്യങ്ങളിലെ കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇട ദിവസങ്ങളിൽ വന്നുള്ള വലിയ കൂട്ടായ്മയ്ക്ക് പറയാവുന്നതാണ്. സമയപരിമിതി മൂലമാണ് നമുക്ക് എല്ലാ സാക്ഷ്യങ്ങളും പറയാൻ കഴിയാതിരുന്നത്. ചിലർ അവസാനം വരെ ഞങ്ങളെ വിളിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കാത്തിരുന്നു. അവരോട് പ്രത്യേകം ക്ഷമാപണം. ശുശ്രൂഷ 4 കാലാകുമ്പോൾ അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആരാധന കയറിയത്. കർത്താവ് നമ്മളെ വല്ലാതെ അങ്ങ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സഹായിക്കുന്നുണ്ട്. ഞങ്ങളെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ ആൾത്താരെ കയറി സാക്ഷ്യം പറയാൻ പറ്റുന്ന വലിയ സാക്ഷ്യങ്ങൾ അല്ലെങ്കിലും നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനായിരിക്കും. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയോട് കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് വിശ്വസ്തത.
അപ്പോൾ ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോഴും പറയും, നിങ്ങൾ അവിശ്വസ്തരായാലും കർത്താവ് വിശ്വസ്തനായി തുടരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മെറിലിൻ്റെ ഒരു സാക്ഷ്യം കൊല്ലത്തുനിന്ന് കേട്ടില്ലേ? അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു 1-2 പ്രാർത്ഥനയ്ക്ക് അവർ മുടങ്ങിപ്പോയി എന്നല്ലേ പറഞ്ഞത്. പിന്നീട് അവർ പുതിയ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? പുതിയ ഉടമ്പടി ചെയ്യുമ്പോഴും കർത്താവ് അവരെ വീടിൻ്റെ കാര്യത്തിൽ അനുഗ്രഹിച്ചത് പഴയ ഉടമ്പടി വെച്ചാണ് അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മെറിലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യ ഉടമ്പടിയിൽ പ്രത്യേക സാഹചര്യം കൊണ്ട് കുറച്ച് അവിശ്വസ്തത വന്നു പോയെങ്കിലും അതുകൊണ്ട് അവർ പുതിയ ഉടമ്പടി ചെയ്തു. പുതിയ ഉടമ്പടി ചെയ്തെങ്കിലും പഴയ ഉടമ്പടി പ്രകാരമാണ് അവർക്ക് ഭവനം ആ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈശോ ക്രമീകരിച്ച് നൽകിയത്. ദാറ്റ് മീൻസ് ഉടമ്പടിയോട് നമ്മൾ അല്പം ഏതെങ്കിലും മാറ്റിവെക്കാനാവാത്ത മാനുഷിക കാര്യങ്ങളാൽ എന്തെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ചാലും ദൈവം ആ ഉടമ്പടിയോട്, കാര്യം നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. കൃപാസനത്തിലെ ഉടമ്പടിക്ക് പരിശുദ്ധ അമ്മ വഴി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ അമ്മയോടല്ല ഉടമ്പടി ചെയ്യണത്, അറിയാലോ അല്ലേ? ആരോടാണ് ഉടമ്പടി ചെയ്യണത്? ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഭയങ്കര ചോദ്യങ്ങളാണ്. അച്ഛാ എന്നാ ഉടമ്പടി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എത്ര പേർക്കായിട്ട് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഉടമ്പടി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അല്പം ഉൾക്കാഴ്ച ലഭിക്കേണ്ടതാണ്. നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. കൃപാസനത്തിലെ ഉടമ്പടി ഇത്രയും ശക്തമായ രീതിയിൽ ഇടപെടാൻ കാര്യം ഈ അൾത്താറിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോഴേ പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ഇവിടെ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി ചെയ്യണത്. അതിപ്പോഴത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്തോളാം എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് സാക്ഷ്യം പറയാൻ സഹായിക്കണേ എന്ന് മാത്രം പറഞ്ഞു പോയ ആൾക്കാർ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അത്രയും സ്പീഡാണ്. അവർക്ക് പോലും അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ എല്ലാ വിഷയങ്ങളുടെ മേലും അനുഗ്രഹം. കാര്യം ഇവിടെ മുഴുവൻ എന്നിങ്ങനെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛനത് ഭംഗിവാക്ക് പറയണതില്ല. ഉടമ്പടി ഇപ്പം കടലിൽ പരന്തുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കറിയാം. മത്സ്യത്തൊഴിലാളി സഹോദരൻ പറയും, ഒന്നെങ്കിൽ ഇപ്പം കടലിൽ നോക്കുകയാണെങ്കിൽ കടലിലിങ്ങനെ പരന്തുകൾ ഒത്തിരി ലാഗി നിൽക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ എന്താ പറയണത്? ചെമ്മിൻ്റെ കൂട്ടം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൊഴുവായുടെ കൂട്ടം വന്നിട്ടുണ്ട്, അതാണ് പക്ഷികൾ മുഴുവൻ വരണതെന്ന് പറയും. അപ്പോൾ അവിടെ കൂടെ പഴമക്കാർ പറയും, ചെമ്മിനുണ്ടെങ്കിൽ മിക്കവാറും കടലാനയെ ഉണ്ടാകുമെന്നൊരു പന്നി വരും, പന്നിയും വരും. അതുപോലെ അപ്പം ഇതുപോലെ ഈ അനുഗ്രഹങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാര്യം എന്താണ്? ഉടമ്പടി അനുഗ്രഹവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, ഞാൻ ഇടുക്കി ജില്ലയിലെ ഇടുക്കി രൂപതയിലെ ഉദയഗിരി ഇടവക അംഗമാണ്. എൻ്റെ പേര് ബെന്നി മൂക്കിലിക്കാട്ട്. എനിക്ക് 55 വയസ്സുണ്ട്. 2019 ജൂൺ മാസം 18-ാം തീയതിയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് ഞാൻ കടന്നു വരുന്നത്. ഞാനിവിടെ കടന്നു വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക കടബാധ്യതകളും ഒത്തിരി അസമാധാനവും ഒക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ വെച്ച ഒരു ഉടമ്പടി എന്ന് പറയുന്നത്, വാസയോഗ്യമായ ഒരു ഭവനം എനിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലേക്ക്
ഒരു പെര പണിയുന്നതിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള വഴി സൗകര്യങ്ങളില്ല. റോഡിൽ നിന്ന് 250 മീറ്ററോളം അകലെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കിയിട്ട് തിരിച്ചു ചെന്നപ്പോൾ തന്നെ പെര പണിയുന്നതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നു. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലായിരുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക കടബാധ്യതയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എങ്കിലും പെരപണി പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മുറി പിടിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ പെരപണി പെര മൊത്തം പൊളിച്ച് നന്നായിട്ട് തന്നെ പണിയുന്നതിന് സാധിച്ചു. ഏകദേശം 10ഓളം ആൾക്കാർ നിരന്ന് നിന്ന് സാധനങ്ങൾ തലച്ചുമടായിട്ട് വീട്ടിൽ എത്തിച്ചിട്ടാണ് പെരപണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്ന പരിശുദ്ധ അമ്മ, പെരപണിയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഈ സ്ഥലത്ത് വർഷങ്ങളായിട്ട് 10-50 വർഷത്തോളം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം വിട്ട് ഉപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവിടെ തന്നെ ഒരു പെര പണിതാൽ നന്നായിരുന്നു എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പറയുമായിരുന്നു. പെരപണി ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഉപദേശിച്ചു, എവിടെയെങ്കിലും വഴിയരികിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് പെരപണിയുന്നതാണ് നല്ലത് എന്ന്. എൻ്റെ പ്രാർത്ഥന കേട്ട പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചത് അവിടെ തന്നെ പെരപണിയുന്നതിന് വേണ്ടിയാണ്. അധികം ബാധ്യതകളില്ലാതെ തന്നെ 1.5 വർഷത്തോളം എടുത്ത് ആ പെരപണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു നിയോഗമാണ് വീട്ടിൽ എപ്പോഴും സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും മാതാപിതാക്കളുമൊക്കെ എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നവരായി മാറണമെന്നുള്ളത്. ഉടമ്പടി എടുത്ത ദിവസം മുതൽ തന്നെ എൻ്റെ വീട്ടിൽ സമാധാനത്തിൻ്റെ നല്ല ഒരു അന്തരീക്ഷമുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കടിക്കുന്നതിനോ കെറിവിക്കുന്നതിനോ ഉള്ള അവസരം ദൈവം തന്നിട്ടില്ല. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഒരു വിശ്വാസ പരിശീലകനാണ്. എൻ്റെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പരമാവധി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ കൃപാസനം പ്രസാദപര മാതാവ് ഇന്ന് കാലത്തിൻ്റെ അടയാളമാണെന്നും ദൈവം ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരുന്നതിനും പ്രവർത്തിക്കുന്നതിനും കൃപാസനത്തിലൂടെ ഇടപെടുന്നുണ്ട് എന്നും അതിനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നുണ്ട് എന്നും കുട്ടികളോടും അവരുടെ PTA കൂടുമ്പോൾ മാതാപിതാക്കളോടുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കൃപാസനത്തിൽ നിന്നും കിട്ടുന്ന പത്രം എൻ്റെ കൂട്ടുകാരുടെയും അയൽവക്കക്കാരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൊടുത്തുകൊണ്ട് കൃപാസന മാതാവിനെക്കുറിച്ചും മാതാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഗികളായിട്ട് കഴിയുന്ന വീടുകളിൽ കടന്നു ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും അവരെ സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് എത്രത്തോളം അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2019 ഇവിടെ കടന്നു വന്നുവെങ്കിലും 3 വർഷം തുടർച്ചയായിട്ട് ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനുമായിട്ട് സാധിച്ചു. പിന്നീട് ചില കാരണങ്ങളാൽ എനിക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും പരിശുദ്ധ അമ്മയെയും ദൈവത്തെയും മഹത്വപ്പെടുത്തണമെന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം 2 മോളാണ് എനിക്കുള്ളത്. 2 മോളെയും ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മോള് ഇന്ന് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമയം ഇങ്ങനെ ക്രമീകരിച്ച് വന്നതുകൊണ്ട് ഒരുമിച്ച് ഇവിടെ കയറാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് NNMSൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടി സ്കോളർഷിപ്പ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 2018 പ്രളയം, അതിനുശേഷം നമുക്ക് കൊറോണ വന്നു.
ദേവാലയങ്ങളൊക്കെ അടച്ചിട്ട വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പരമാവധി കഴിയുന്നിടത്തോളം കുമ്പസാരിച്ചും കൂദാശകളിൽ പങ്കെടുത്തും മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുത്തുകൊണ്ടും എൻ്റെ വിശ്വാസ ജീവിതവും സാക്ഷ്യത്തിൻ്റെ ജീവിതവും ഞാൻ തുടരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ എൻ്റെ ദേശത്തിനും നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും നന്ദി ഞാൻ പറയുന്നു. ആമേൻ. പ്രേക്ഷിത പ്രവർത്തനം കൃപാസനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്ന ദിവസങ്ങളിലൊക്കെ കൃപാസനത്തിലെ പത്രം മേടിച്ചുകൊണ്ട് പോയി മറ്റുള്ളവർക്ക് കൊടുത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അവരുടെ വീടുകളിൽ കൊണ്ടുപോയി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളോട് ഞാൻ കൃപാസനം പ്രസാദപര മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ PTA വിളിക്കുമ്പോൾ അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പഠിക്കാത്ത കുട്ടികളും വഴിതെറ്റിപ്പോകുന്ന കുട്ടികളും അനുസരണമില്ലാത്ത കുട്ടികളും ഒക്കെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് പരിശുദ്ധ അമ്മയ്ക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്രവിതരണം, അതുപോലെ തന്നെയാണ് ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ജീവിതം. ഞാനിവിടെ വരാത്ത കുറേ നാളുകളുണ്ടായിരുന്നു. എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ കൃപാസനത്തിൽ വരാൻ പറ്റാത്ത സമയമുണ്ടായിരുന്നു. ആ സമയത്തും കൃപാസനം ഉടമ്പടി പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല. അത് നന്നായിട്ട് തന്നെ ഞാൻ നടത്തുന്നുണ്ട്. അതുപോലെ ആ സമയത്തും ഞാൻ കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും മറ്റുള്ളവരോട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പറയുമായിരുന്നു. അതുപോലെ ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇടുക്കിക്കാർ പ്രത്യേകിച്ച് ഏല കർഷകരാണ്. ഏലക്കൃഷി ചെയ്യുന്ന സമയമാണ്. നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് ഏലത്തിന് ചീച്ചൽ എന്ന് പറയുന്ന അഴുകൽ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകും. ഈ രോഗമുണ്ടായിക്കഴിഞ്ഞാൽ എത്ര വലിയ തോട്ടമാണെങ്കിലും അതൊക്കെ ചിലപ്പോൾ ഒരു 1-2 ആഴ്ചകൾ കൊണ്ട് ഒരു ഫംഗസ് രോഗമാണ്, അത് പടർന്ന് പിടിച്ച് നശിച്ചു പോകും. എൻ്റെ തോട്ടത്തിന് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ അതിന് കീടനാശിനി അടിക്കുന്ന സമയത്ത് അതിലേക്ക് കൃപാസനത്തിൽ നിന്നും കിട്ടിയ ഉപ്പിൻ്റെ 2-3 തരി വിതറി പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ മരുന്ന് തളിക്കുന്ന ചെടികളിലെ അഴുകൽ രോഗം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒറ്റ മരുന്നടിയോടുകൂടി തന്നെ അഴുകൽ രോഗം എൻ്റെ ഏലച്ചെടികളിൽ നിന്ന് നീങ്ങിപ്പോയി. പിന്നീട് അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എൻ്റെ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ആ വിശ്വാസ ജീവിതം, ദൈവം ഓരോരുത്തരെക്കുറിച്ചും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു. അത് വ്യക്തിപരമായിട്ട് വ്യക്തി കേന്ദ്രീകൃതമാണ്. എങ്കിൽ പോലും ദൈവം നമ്മളിൽ നിന്ന് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോടും ആവശ്യപ്പെടാൻ അതേയുള്ളൂ. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ അവൻ പറയുന്നത് ചെയ്യുക. അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായിട്ട്, പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.